12 തവണ ചോദിച്ചിട്ടും തുടർന്ന മൗനം തെറ്റായ സന്ദേശം നൽകില്ലേ എന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ, ഒരു സ്ത്രീയുടെ ചോദ്യത്തെ പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റുപോയ വിധമാണ്. നിലപാടിനെ തരാതരം പോലെ വ്യാഖ്യാനിക്കുന്ന താങ്കളുടെ മറുപടികളിൽ ഉറങ്ങിപ്പോകാത്തതുകൊണ്ടാണ് സാർ ആർജവത്തോടെ വീണ്ടും ചോദിക്കാൻ അവൾക്കായത്. നേർക്കുനേർ ചോദിച്ചാൽ മറുപടിയില്ലാതെ എഴുന്നേറ്റുപോകുന്ന മുഖ്യമന്ത്രിയെ അങ്ങ് ഡൽഹിയിൽ കണ്ടു അധികാരമേറ്റ 8ാം നാൾ. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലിനെ കുറിച്ചാണ് സാർ ചോദ്യം. ആർജവമുണ്ടെങ്കിൽ നേർക്കുനേർ മറുപടി പറയണം. ഞങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണത്തിലെ അന്വേഷണം വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്കാകില്ലല്ലോ എന്ന എന്ത് നിഷ്കളങ്കമാണ് അയാൾ പറയുന്നത്. വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടത്തിനായി പോയ കാലങ്ങളിലും നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളാണ് സാർ നിലപാടില്ലായ്മയുടെ ആൾരൂപം എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കാൻ കാരണം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കെട്ടിപ്പടുത്ത ഒരു സർക്കാരിനെ, സംഘവിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിലൂടെ ജയിലിലടച്ച് അവിടെ BJPക്ക് വഴിവെട്ടിയ നിങ്ങളെ ജനാധിപത്യ ഇന്ത്യ മറക്കില്ല സാർ. നിങ്ങൾ ഉന്നയിച്ച ആരോപണം കോടതി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടും അതേ ആരോപണം മറ്റൊരു നേതാവിനെതിരെ, പിണറായി വിജയനെതിരെ ഉന്നയിച്ച രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ സഖ്യത്തിന്റെ കൂടി പ്രതിപക്ഷ നേതാവിനെയും മറക്കില്ല സാർ ഈ രാജ്യം. മറുപടി പറയാനുള്ള സമയം താങ്കൾ തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ റെഡിയാണല്ലോ എന്ന പൂക്കിത്തരം കയ്യിൽ വെക്കണമായിരുന്നു. ഇന്നും വിമർശിക്കുന്നത് കേട്ടു പിണറായി വിജയന്റെ ശൈലിയെ. പുറത്താക്കി വാതിലടയ്ക്കുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലാണ്. കേന്ദ്രവുമായി നല്ല ബന്ധം പുലർത്താൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് തിരിച്ചറിവ് നല്ലത് തന്നെ. പക്ഷേ മുൻ സർക്കാരിനെ കുറിച്ച് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചാൽ അപമാനത്തിന്റെ തീവ്രത നോക്കി കേസെടുക്കാമത്രേ. പക്ഷേ മുൻ സർക്കാരിന്റെ കാലത്ത് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. കേന്ദ്രത്തിനെതിരെ ഒരു വരി വിമർശനമില്ലെങ്കിൽ ഡീലായിരുന്നല്ലോ സാർ മുൻ സർക്കാരിന്റെ കാലത്ത്. ഇപ്പോൾ എന്താണ് നിലപാട്? ഇതുവരെ ഇല്ലാതിരുന്ന ജാതിവാൾ തിരികെ കയറ്റിയത് മുതൽ പെരുന്നാൾ ദിനത്തിലും പാവപ്പെട്ടവന്റെ കയ്യിൽ പെൻഷൻ എത്താത്തതിൽ വരെ നിലപാടെന്ന ഒന്നുണ്ടോ സാർ?